കാസർഗോഡേക്കാണ്. തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടി. അതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായത്. 70ഓളം വീടുകളിൽ വെള്ളം കയറി. നദീതീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പുകളുണ്ട്. അരുൺ പാറയ്ക്കൽ ചേരുന്നു കാസർഗോഡ് നിന്ന്. അരുൺ, കഷ്ടമാണോ? എങ്ങനെയുണ്ട് വെള്ളം? ഈ വീടുകളിലേക്കാണോ ഈ വെള്ളം ഇരച്ചു കയറുന്നത്? ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കാസർഗോഡ് തേജസ്വിനി പുഴയിലെ ജലനിരപ്പ് ഉയർന്നത്. തേജസ്വിനി പുഴയുടെ പല ഭാഗങ്ങളും കരകവിഞ്ഞു. ഈ താഴ്ന്ന പ്രദേശങ്ങൾ, തേജസ്വിനി പുഴ കടന്നു പോകുന്ന താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയ നിലയിലാണ്. കാസർഗോഡ് നീലേശ്വരത്താണ് ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധി ഉണ്ടായത്. പോടോൻ തുരുത്തി, പേരോൽ വില്ലേജ് ആണ്. പോടോൻ തുരുത്തിയിൽ വീടുകളിൽ വെള്ളം കയറി. 70ഓളം വീടുകളിൽ വെള്ളം കയറി എന്നാണ് മനസ്സിലാക്കുന്നത്. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് ഈ ജലനിരപ്പ് ഉയരാൻ കാരണം. എന്തായാലും ഈ നദീതീരത്ത് താമസിക്കുന്നവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 5 കുടുംബങ്ങളെ പോടംതുരുത്തിയിൽ 5 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. ചാത്തമത്ത 7 കുടുംബങ്ങൾ ബന്ധുവീട്ടിലേക്ക് മാറി താമസിച്ചു. ഒരു കുടുംബത്തിലെ 4 പേരെ ചാത്തമത്ത ഒരു ക്ഷേത്ര ഓഡിറ്റോറിയത്തിലേക്ക് ക്യാമ്പിലേക്കും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നദീ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ആളുകൾ അനാവശ്യമായി നദീതീരത്തേക്ക്, അതായത് പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശവും കർശനമാണ്. എന്തായാലും ജലനിരപ്പ് ഇപ്പോൾ ഉയരുന്ന ചെറിയ അയവ് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം, നദി കരകവിയാൻ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മഴ അല്പം ശമനമുണ്ട് കാസർഗോഡ് ജില്ലയിൽ, സ്മിത. ശരി. കാസർഗോഡ് തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായത്. 70ഓളം വീടുകളിൽ വെള്ളം കയറി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്.